എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. വലിയ സംഭവം ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് എവിടെയെങ്കിലും ഓടിപ്പോണെങ്കിൽ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇത്. പെട്ടെന്ന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. ഒരു ഡ്യൂയി മേക്കപ്പ് ലുക്കാണ്. വളരെ മിനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കയ്യിൽ സൂക്ഷിക്കുന്ന കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ 2-3 പ്രോഡക്റ്റ് മാത്രമേ കയ്യിൽ കരുതാറുള്ളൂ. അങ്ങനെ ഒരുപാട് ഉള്ള മേക്കപ്പ് മുഴുവൻ വാരിപ്പത്തി പോകുന്ന ഒരു സ്വഭാവം പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ വളരെ മിനിമൽ ആയിട്ടുള്ള ഞാൻ ശരിക്കും യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ബാഗിൽ ക്യാരി ചെയ്യാറുള്ളൂ. ഒരു ബാഗ് ഞാൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, നമ്മൾ എങ്ങനെയൊക്കെ റഫ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സാധനം ഒന്നും ആവില്ല, ഒട്ടും ഡള്ളാവില്ല എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയൊക്കെ റഫ് യൂസ് ചെയ്താലും എങ്ങനെയൊക്കെ അഴുക്ക് പിടിച്ചാലും ആ ഒരു ഡൾനെസ് ഈ ബാഗിൽ കാണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗ് ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും സൂക്ഷിച്ചൊന്നും ഉപയോഗിക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ ആ ഒരു സംഗതിക്ക് നിങ്ങൾക്ക് റഫ് യൂസിന് പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. ഒന്നും ആവില്ല, എൻ്റെ ഗ്യാരണ്ടിയാണ്. ഈ ബാക്കിൽ ഒരു സിബ് ഉണ്ട്. സിമ്പിൾ ബാഗ് ആട്ടോ, സ്ലിംഗ് ബാഗ് തന്നെയാണ്. ഇവിടെ ഒരു സിബ് ഉണ്ട്. ആൻഡ് ഉള്ളിലായിട്ടുള്ള ഈ ഒരു സീക്രട്ട് പൗച്ച് സിബ് പോലത്തെ ഈ ഒരു സംഭവം ഉണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ബാഗാണ്. സൂക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ആണ് കേട്ടോ. സൂക്ക് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ ബ്രാൻഡാണ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അവരുടെ എല്ലാം തന്നെ. ബാഗ് ആകട്ടെ, വാലറ്റ്സ് ആവട്ടെ, എല്ലാ കൈൻഡ് ഓഫ് ബാഗ്സും നിങ്ങൾക്ക് കിട്ടും. സ്ലിംഗ് ബാഗ്, ലാപ്ടോപ്പ് ബാഗ്, ഓഫീസ് ബാഗ്, ടോട്ട് ബാഗ്, എനി കൈൻഡ് ഓഫ് ബാഗ് ഫോർ ദാറ്റ് മാറ്റർ. പിന്നെ വാലറ്റിൽ തന്നെ കുഞ്ഞു വാലറ്റ്സ് ഉണ്ട്, നമ്മളെ പോക്കറ്റിൽ ഇടാൻ പറ്റുക അങ്ങനത്തെ വാലറ്റ്സ്, വലിയ വാലറ്റ്സ് എല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ആൻഡ് ദേ ഹാവ് സ്ലിപ്പേഴ്സ് ഓൾസോ. അപ്പോൾ ഇതൊക്കെ കൈകൊണ്ട് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ആൻഡ് 100% വീഗൻ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെയുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രിൻ്റ് നോക്കിയാലും ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ബാഗ്സിൻ്റെ പ്രിൻ്റ് ശ്രദ്ധിച്ചാലൊക്കെ നിങ്ങൾക്കറിയാം ഒരു കോണ്ടംപററി സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും അവരുടെ എല്ലാ കൈൻഡ് ഓഫ് പ്രിൻറ്റ്സും കേട്ടോ. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മോഡേൺ ഔട്ട്ഫിറ്റിന് കൂടിയും നമ്മളെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിന് കൂടിയും ഒരു സാരീൻ്റെ കൂടിയും ഒക്കെയും ഈ ബാഗ്സ് പോകുന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ആ പ്രിൻറ്റിൻ്റെ പ്രത്യേകത ആയിരിക്കാം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കളർ പാറ്റേൺസിൻ്റെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം, എല്ലാത്തിൻ്റെയും കൂടെ പോകുമെന്ന് ഉള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ചോയ്സാണിത്. ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടൊക്കെ നിങ്ങളുടെ ലൗഡ് വൺസിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൂടിയാണ്. ഇത് ഓഫ്ലൈനിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. എല്ലാ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. നിങ്ങൾ സൂക്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സൈറ്റിൽ കയറിയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് എക്സിറ്റ് ചെയ്യാനുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ ക്യാരി ചെയ്യുന്നതായിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ കാണിക്കാം. അപ്പം ഒന്നാമത്തത് എൻ്റെ വാലറ്റാണ്. ഓഫ് കോഴ്സ് മൊബൈലുണ്ട്. മൊബൈൽ ഞാൻ വെച്ചിട്ടില്ല. മൊബൈലും എപ്പോഴും എല്ലാവരുടെയും പോലെ എൻ്റെ ബാഗിലും ഉണ്ടാവും. പിന്നെ ഉണ്ടാവുക ഒരു കോമ്പാണ്. ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മുള്ളുകൾ, ഇവിടെ ഇങ്ങനെ വലിയ വലിയ മുള്ളുകൾ, അങ്ങനത്തെ ഒരു കോമ്പുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സെയിം കോമ്പാക്ട് പൗഡർ തന്നെയാണ് കേട്ടോ. അതിലൊരു മിറർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മിറർ കൂടെയുള്ള കോമ്പാക്ട് പൗഡറാണ് കൊണ്ടു നടക്കുക. അപ്പോൾ ഒരു വേറെ എവിടെയും പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഉള്ളത് 3 ലിപ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. നോർമലി ഒരു ലിപ് ബാം വെക്കുന്നത്, അപ്പോൾ അതിന് പകരം ഞാൻ ഇന്ന് ലിപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതാ ബ്ലൂ ഹെവൻ്റെ ലിപ്പ് ഓയിലാണ്. നല്ല ലിപ്പ് ഓയിലാണ് കേട്ടോ. വലിയ ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ നല്ലൊരു ഫീലാണ് ഇടുമ്പോൾ. കണ്ടില്ലേ, അവിടെ ഫോക്കസ്. ഇതാണ്. ഈ 2 ലിപ്സ്റ്റിക് ഉണ്ട്. ഒന്ന് ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത് തന്നെയാണ്, നൈക്കയുടെ 11M എന്ന് പറഞ്ഞിട്ടുള്ള മിനി ലിപ്സ്റ്റിക്. ആൻഡ് ഇതും ന്യൂഡ് ലിപ്സ്റ്റിക്, 2 ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ സാൻഡ് സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. 2 ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകാറ്. കാരണം മുന്നേ ഒക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ.
ഒരു കുട്ടി ഹൈലൈറ്ററൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും യൂസ് ചെയ്യില്ല നമ്മളവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ടച്ചപ്പിന് ആകെ കൂടെ ഉപയോഗിക്കുന്നത് സ്കിന്നിൻ്റെ ഈ ഒരു ഭാഗം ഓയിലി ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പാക്ട് പൗഡറും പിന്നെ ലിപ്സ്റ്റിക്കും കോമ്പും എന്തായാലും ഈ 3 കാര്യം യൂസ് ചെയ്യുന്നുള്ളതിനോട് ഇപ്പോൾ അത് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനിയും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കൊണ്ടുപോകാം. അത്രയും സ്പേഷ്യസ് ആണ്, ഇത് എക്സ്പാൻഡ് ആവും, നന്നായിട്ട് സ്പേസ് നേരുന്ന രീതിയിലുള്ളൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സൂക്കിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വേണ്ടവരെ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വൽ ബ്രാൻഡിൻ്റെ ഹൈലോണിക് ആസിഡിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ്, അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്കായിരിക്കും കുറച്ചും കൂടിയും സ്യൂട്ട് ആവുക കേട്ടോ. അതിനുശേഷം 2 കൺസീലേഴ്സ് എടുക്കുന്നുണ്ട്. ഇതിൽ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്. അതെൻ്റെ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മിനിമൽ പ്രോഡക്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ആ ഒരു പുട്ടിയടിച്ച ഫീലൊന്നും വരുത്തണില്ല. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഐലിഡിന് മേലെയും കൂടി ഇടാൻ വേണ്ടി ശ്രമിക്കണം. ആൻഡ് കണ്ണിൻ്റെ ഈ ഒരു കോർണറിൽ അവിടെ ചിലവർക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടാവും. എനിക്ക് അവിടെ ഉണ്ട്. അവിടെ ഒരു എന്താ പറയുക, ഒരു ഡെപ്ത് ഉണ്ടാവും. ഡാർക്ക് സർക്കിൾ അല്ല, എക്സാക്ട്ലി ഒരു ഡെപ്ത്. ആ ഡെപ്തും കൂടി നിങ്ങളൊന്ന് കവർ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടും. അതിനുശേഷം ഒരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ കണ്ണിനടിയിൽ മാത്രം ആ ഏരിയ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇവൻ ഫിനിഷ് കിട്ടും, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ഡള്ളായിട്ട് കിടക്കും. അതിനുശേഷം മെബലിൻ്റെ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചിട്ട് ഈ പ്രോഡക്റ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഷുഗറിൻ്റെ ഐബ്രോ പെൻസിൽ എടുത്തു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ സ്പൂലി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐബ്രോ പെൻസിൽ ഓപ്പൺ ചെയ്തപ്പം അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇത് പുതിയ ഐബ്രോ പെൻസിലാണ്, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് ഒന്നും കിട്ടിയില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിട്ടോ. എനിക്കിഷ്ടമായിരുന്നു ഐബ്രോ പെൻസിൽ, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അത് വീണു പോയതാണ് ആയിരിക്കണം. ഞാൻ പിന്നെ വേറെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു കാജൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആണ് നമ്മളുടെ ഐ മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല, ഐലൈനർ യൂസ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞാനൊരു സിമ്പിൾ ലുക്കല്ലേ. അപ്പോൾ കാജൽ പെൻസിൽ നോക്കിയപ്പം അതും സെയിം അവസ്ഥ. ഇത് ഏത് ബ്രാൻഡാണ്? സെറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അതിനുള്ളിൽ ഒന്നുമില്ല. എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അത് 2024 ഫസ്റ്റ് വീഡിയോ ആണ്. മൊത്തം പണി പാളിയ കേസാണ്. എന്താവോ എന്തോ. ഓക്കെ, പിന്നെ ഞാൻ ഷുഗറിൻ്റെ ഒരു കാജൽ പെൻസിൽ വെച്ചിട്ടാ ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുന്നു. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ സ്മഡ്ജ് ചെയ്യണോ, പിന്നെയും കുറച്ച് വരച്ചു കൊടുക്കുന്നു, പിന്നെയും കൈ വെച്ച് സ്മഡ്ജ് ചെയ്യണോ. എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എന്തൊക്കെയോ ചെയ്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഐ ലുക്കാണ് കേട്ടോ. നന്നായിട്ട് മസ്കാര വെച്ച് കൊടുക്കുക. എസൻസിൻ്റെയാണ് കണ്ടോ. ക്യാമറ പോലും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മടിക്കുകയാണ്. എൻ്റെ എക്സ്പ്രഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യാൻ ഭയങ്കര മടിയെന്ന് എന്താണെന്നറിയില്ല. ശേഷം നമ്മൾ മാർസിൻ്റെ ഇതൊരു പ്രൈമറാണ്, പക്ഷേ ഇതിനൊരു ഗ്ലോ എനിക്കിഷ്ടമായതുകൊണ്ട് അത് ഞാൻ ഹൈലൈറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇത് ഉപയോഗിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ബ്ലഷ് ഇട്ടാൻ മറന്നുപോയി എന്നുള്ളത്. പിന്നെ ഞാൻ ഇൻസൈറ്റിൻ്റെ ആ ബ്ലഷ് എടുത്തിട്ട് ഇതാണ് കേട്ടോ, ആ റിയലൈസേഷൻ മൊമെൻ്റാണിത്. പിന്നെ ഞാൻ ബ്ലഷ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തു. ആര് ചോദിക്കാനല്ലേ, നമുക്ക് ആ ഒരു ഫിനിഷ് ഉണ്ടായാൽ മതി. എപ്പോഴാണ് എന്താ ഇട്ടൊന്നും ഇപ്പോൾ ആരൊക്കെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ? ഇല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ഫിനിഷിങ്ങിൽ എത്തിക്കുക എന്നുള്ളതാണ്. മേക്കപ്പിന് അങ്ങനെ റൂളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ ഒരു ലിപ് ലൈനർ വെച്ചു. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ് ലൈനറാണ്. ആൻഡ് നൈക്കയുടെ 11M എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ നമ്മുടെ ലിപ്പ് ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മളെ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഫിനിഷിംഗ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ.